പ്രിയ വിദ്യാർത്ഥികളെ, +2 കൊമേഴ്സ് കുട്ടികൾക്കായി കൈറ്റ് വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വിവിധ പ്രവേശന മത്സര പരീക്ഷകൾക്കായുള്ള KITE എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 12ാം ക്ലാസ് അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ അധ്യായത്തിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നീ പ്രധാന ടോപ്പിക്കുകളിൽ നിന്നും വിവിധ പരീക്ഷകൾക്ക് ചോദിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദി അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ്. ഓപ്ഷൻസ്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ലാസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പങ്കാളികൾ തമ്മിലുള്ള ലാഭവിഹിതങ്ങൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്, അത് കാണിക്കുന്ന അക്കൗണ്ടിൻ്റെ പേര് ഏത് എന്നാണ്. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ആയതിനാൽ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ലാഭവും അദ്ദേഹം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ പങ്കാളിത്ത സ്ഥാപനത്തിൽ രണ്ടോ അതിലധികമോ പങ്കാളികളുണ്ട്. ആയതിനാൽ സ്ഥാപനത്തിൻ്റെ ലാഭം പങ്കാളികൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു അക്കൗണ്ട് കൂടി നാം തയ്യാറാക്കാറുണ്ട്. ഈ അക്കൗണ്ടിനെ ഏത് പേരിലാണ് വിളിക്കുന്നത്? ഉത്തരം കിട്ടിയോ? യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സോ ഓപ്ഷൻ നമ്പർ 3, profit and loss appropriation account. It is an extension of profit and loss account prepared to show the division of profit among partners. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. Profit and loss appropriation account starts with option 1, balance of capital account, 2, interest on capital, 3, interest on drawings and the last option net profit bar net loss as per profit and loss account. Profit and loss appropriation account ആരംഭിക്കുന്നത് ഏത് ഐറ്റത്തിൽ നിന്നുമാണ്? നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ തുടർച്ചയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്നാൽ ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നുമല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആരംഭിക്കേണ്ടത്? സോ ഇവിടെ ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായ ഉത്തരം. നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ജേണൽ എൻട്രി ഫോർ ട്രാൻസ്ഫറിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ദി ജേണൽ എൻട്രി ഫോർ ട്രാൻസ്ഫറിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ? യെസ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. ആ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ദാറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഗിവൺ ഡെബിറ്റ്. സോ ശരിയായ ആൻസർ വരേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ദ ജേണൽ എൻട്രി ഫോർ ട്രാൻസ്ഫറിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ഓപ്ഷൻ നമ്പർ 1, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ഇഫ് പ്രൊവൈഡഡ് ഇൻ ദി എഗ്രിമെൻറ്റ് ബട്ട് ഓൺലി ഫ്രം. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഔട്ട് ഓഫ് പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, റിസർവ് ഓർ ഗുഡ് വിൽ. നമുക്കറിയാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി അലൗഡ് ടു പാർട്ട്നേഴ്സ് ഓൺലി ഇഫ് പ്രൊവൈഡഡ് ഇൻ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ സ്പെസിഫിക്കായി സൂചിപ്പിച്ചു എങ്കിൽ മാത്രമേ പങ്കാളികളുടെ ക്യാപിറ്റലിന് പലിശ അനുവദിക്കാറുള്ളൂ. പങ്കാളികൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ വ്യത്യസ്ത തുകയാണ്. എന്നാൽ ഇവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ പങ്കാളികൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ തുക സെയിം ആണ്, എന്നാൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വ്യത്യസ്തമാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ
പങ്കാളികളുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് അനുവദിക്കാം എന്ന വ്യവസ്ഥ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് അനുവദിക്കാം എന്ന വ്യവസ്ഥ പാർട്ട്നേഴ്സിന് ഉൾപ്പെടുത്താവുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇങ്ങനൊരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ കൂടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കണമെങ്കിൽ ദ ഫേം ഷുഡ് ഏൺ പ്രോഫിറ്റ്. കറൻറ്റ് ഇയേഴ്സ് പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ പങ്കാളികളുടെ ക്യാപിറ്റലിന് പലിശ അനുവദിക്കാൻ പാടുള്ളൂ. സോ ഓപ്ഷൻ നമ്പർ 1 പ്രോഫിറ്റ് എന്നതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. കറൻറ്റ് ഇയേഴ്സ് പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കാൻ പാടുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകാറുള്ളൂ. അതുപോലും കറൻറ്റ് ഇയേഴ്സ് പ്രോഫിറ്റിൽ നിന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ ഒരു വർഷം നഷ്ടമാണെങ്കിൽ ആ വർഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കാൻ പാടില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജു ആൻഡ് റാണി ആർ ഈക്വൽ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് 3 lakh and 5 lakh respectively. Partnership deed provides for interest on capital at the rate of 10% per annum. For the year 2020, the firm incurred a net loss of rupees 24,000. Interest on capital to be allowed are option number 1 30,000 and 50,000, option 2 9,000 and 15,000, option 3 12,000 each, and last option no interest on capital. Questions പ്രത്യേകം ശ്രദ്ധിക്കുക. They are equal partners. Their capital balances were 3 lakh and 5 lakh. Partnership deed provides for interest on capital at 10% per annum. 10% നിരക്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകാം എന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാകും എന്ന ചിന്തയാണ് നമുക്ക് വരുന്നത്. പക്ഷേ തൊട്ടടുത്ത സെൻറ്റൻസ് നോക്കുക. ഫോർ ദ ഇയർ 2020 ദ ഫേം ഇൻകേർഡ് എ നെറ്റ് ലോസ് ഓഫ് rupees 24,000. 2020 സ്ഥാപനത്തിന് 24,000 രൂപ നഷ്ടമാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കണമെന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകാൻ പാടുള്ളൂ. 2020 സ്ഥാപനം 24,000 രൂപ നഷ്ടത്തിലാണ് പ്രവർത്തിച്ചത്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകാൻ പാടുണ്ടോ? യെസ്, ഇല്ല. സോ ശരിയായ ഉത്തരം ഓപ്ഷൻ നമ്പർ 4, ദാറ്റ് ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകാൻ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സ്ഥാപനത്തിൻ്റെ കറൻറ്റ് ഇയേഴ്സ് പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ഇൻട്രസ്റ്റ് നൽകാൻ പാടുള്ളൂ. ഈ വർഷം 2020 സ്ഥാപനത്തിന് നഷ്ടമാണ്, ആയതിനാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകുന്നില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി ഐറ്റംസ് ടു ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെ എന്ന് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് പാർട്ട്നേഴ്സ് സാലറി. സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ പരിഗണിക്കുന്ന ഐറ്റംസ് ആണ് ഇവയെല്ലാം. ചോദ്യം ഐറ്റംസ് ടു ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം സ്ഥാപനത്തിൻ്റെ ലാഭത്തെ കുറയ്ക്കുന്ന ഐറ്റങ്ങളാവണമല്ലേ. അപ്പോൾ ഏതൊക്കെ ഐറ്റങ്ങളാണ് സ്ഥാപനത്തിൻ്റെ ലാഭത്തെ കുറയ്ക്കുന്നത്? അല്ലെങ്കിൽ കറൻറ്റ് ഇയറിൽ സ്ഥാപനത്തിന് നെറ്റ് ലോസ് ആണെങ്കിൽ അതും നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റങ്ങളാണ്. സോ ഇവിടുത്തെ ഓപ്ഷൻസ് ഓപ്ഷൻ നമ്പർ 3, ദാറ്റ് ഈസ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി. ഈ ഐറ്റങ്ങളാണ് നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഐറ്റംസ് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പരിഗണിക്കുന്നത് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായിരിക്കും. ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ബോത്ത് കോൺട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽസ് ഓഫ് rupees 40,000 and 50,000 on 1st July 2020. Interest on capital is to be charged at the rate of 10% per annum. Books of accounts are to be closed on 31st December 2020. Total interest on capital to be charged is options 9,000, 40,000, 4,500 and 5,000.
2020 ഡിസംബർ 31 അവസാനിക്കുന്ന ഒരു വർഷത്തിൽ എ ബി എന്നീ പങ്കാളികൾക്ക് നൽകേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. അവരുടെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് 40,000, 50,000 എന്നീ ക്രമത്തിലാണ്. അതായത് സ്ഥാപനത്തിൻ്റെ ആകെ ക്യാപിറ്റൽ 90,000 ആണ്. 40,000 പ്ലസ് 50,000. ഈ 90,000 റുപ്പീസിന് 10% നിരക്കിലാണ് ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഇൻട്രസ്റ്റ് കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എത്ര കാലമാണോ ക്യാപിറ്റൽ സ്ഥാപനത്തിലുള്ളത് അത്രയും കാലത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ക്വസ്റ്റിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നു ദെയർ ക്യാപിറ്റൽസ് അസ് ഓൺ 1 ജൂലൈ 2020 ആണ്. ജൂലൈ 1 മുതൽ ബുക്ക് ക്ലോസ് ചെയ്യുന്ന ഡിസംബർ 31 വരെ എത്ര മാസമുണ്ട്? യെസ്, 6 മാസമുണ്ട്. അപ്പോൾ ഈ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 90,000 ഇൻറ്റു 10% ഇൻറ്റു 6/12. ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള 6 മാസത്തേക്ക് 10% നിരക്കിൽ 90,000 രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റ്. അത് എത്ര രൂപ വരും? യെസ്, 4,500 രൂപ. സോ ഹിയർ ഓപ്ഷൻ നമ്പർ 3 ഈസ് ദി റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഡിവിജ്വലി. ദ ഗിവൺ ജേണൽ എൻട്രി ഈസ് പാസ്ഡ് ഫോർ. നമ്മൾ സാധാരണ പാസ്സാക്കുന്ന ഒരു ജേണൽ എൻട്രിയാണ് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഈ ജേണൽ എൻട്രി നമ്മൾ എപ്പോഴാണ് പാസ്സാക്കുന്നത്? ഓപ്ഷൻ നമ്പർ 1, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ദി പാർട്ട്നേഴ്സ്. പങ്കാളിത്ത സ്ഥാപനത്തിൽ പങ്കാളികൾ തമ്മിൽ ലാഭം പങ്കുവയ്ക്കുമ്പോൾ പാസ്സാക്കുന്ന എൻട്രിയാണ്. 2, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോസ് എമംഗ് ദി പാർട്ട്നേഴ്സ്. തേർഡ് ഓപ്ഷൻ, നെറ്റ് ലോസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഈസ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ക്യാപിറ്റലിൻ്റെ റൂൾ പ്രകാരം ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ഷുഡ് ബി ക്രെഡിറ്റഡ് എന്നാണ്. ക്യാപിറ്റലിൻ്റെ തുക വർദ്ധിക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ വർദ്ധിച്ചിട്ടുണ്ടാവണം. പാർട്ട്ണറുടെ ക്യാപിറ്റൽ വർദ്ധിക്കുന്ന ഐറ്റം ഇതിനകത്ത് തന്നിരിക്കുന്ന ഏതാ? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ വർദ്ധിക്കാൻ സാധ്യതയുള്ളത്. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? യെസ്, ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ്. പങ്കാളികൾ ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ പാസ്സാക്കുന്ന ജേണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ 1 April 2021, capital account of Akash showed a credit balance of rupees 1 lakh. He introduced additional capital of rupees 60,000 on 1st July 2021 and on 1st October 2021 he withdrew rupees 10,000 from capital. The partnership deed provides for interest on capital at the rate of 10% per annum. Find the interest on capital to be credited to Akash for the year ended 31st March 2022. പാർട്ട്ണറുടെ ക്യാപിറ്റലിന് എത്ര രൂപ ഇൻട്രസ്റ്റ് അനുവദിക്കണം? ഇതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. 10,000, 14,000, 15,000 ആൻഡ് 16,000. ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ടും ഇൻട്രസ്റ്റ് എത്ര വരികയുള്ളൂ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, വിഡ്രോവൽ ഫ്രം ക്യാപിറ്റലുണ്ട്. ഓരോ തുകയ്ക്കും ഇൻട്രസ്റ്റ് നമ്മൾ പ്രത്യേകമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര കാലം സ്ഥാപനത്തിൽ നിലനിന്നു എന്ന് നോക്കുക. സോ ഇൻട്രസ്റ്റ് ഓൺ 1 lakh 1st April ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ 1 ലക്ഷം രൂപയാണ്. ഈ 1 ലക്ഷം രൂപയ്ക്ക് 10% നിരക്കിൽ ഇൻട്രസ്റ്റ് കാണണം എന്നുവരെ. ഇയാൾ ജൂലൈ 1-ാം തീയതി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഏപ്രിൽ 1 മുതൽ ജൂലൈ 1 വരെ എത്ര മാസമുണ്ട് എന്നാദ്യം നമ്മൾ നോക്കണം. ഏപ്രിൽ 1 മുതൽ ജൂലൈ 1 വരെ 3 മാസമാണുള്ളത്. ആയതിനാൽ ഓപ്പണിംഗ് ക്യാപിറ്റലായ 1 ലക്ഷം രൂപയ്ക്ക് 10% നിരക്കിൽ 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് 2,500 റുപ്പീസാണുള്ളത്. 2,500 റുപ്പീസ്. ദെൻ
ജൂലൈ 1 ഇദ്ദേഹം 60,000 രൂപ അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ഓൾറെഡി 1,00,000 രൂപ ക്യാപിറ്റലുണ്ട്. 60,000 രൂപ കൂടി ക്യാപിറ്റൽ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ 1,60,000 രൂപയായി. ജൂലൈ 1 മുതൽ ഒക്ടോബർ 1 വരെയാണ് അടുത്ത ടേം. ഒക്ടോബർ 1 ഇദ്ദേഹം ക്യാപിറ്റലിൽ നിന്നും തുക പിൻവലിച്ചു. അപ്പോൾ ജൂലൈ 1 മുതൽ ഒക്ടോബർ 1 വരെയുള്ള 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാണുക. 1,60,000 രൂപയ്ക്ക് 10% നിരക്കിൽ 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് 4,000 രൂപ. ഒക്ടോബർ 1 ഇദ്ദേഹം 10,000 റുപ്പീസ് പിൻവലിച്ചിട്ടുണ്ട്. 1,60,000 ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ. അതിൽ നിന്നും 10,000 രൂപ പിൻവലിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എത്രയാവും? യെസ്, 1,50,000. ഈ 1,50,000 രൂപയ്ക്ക് ഒക്ടോബർ 1 മുതൽ 2022 മാർച്ച് 31 വരെയുള്ള 6 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാണേണ്ടത്. സോ 1,50,000 ഇൻറ്റു 10% ഇൻറ്റു 6/12, അത് 7,500 രൂപയുണ്ട്. സോ 3 തവണയായിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇത് 3 കൂടി ആഡ് ചെയ്താൽ 14,000 എന്ന് കിട്ടും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 14,000 എന്ന ഉത്തരമുള്ളത് ഓപ്ഷൻ നമ്പർ 2. സോ ഹിയർ ഈസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, ദാറ്റ് ഈസ് 14,000. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബാബു ആൻഡ് കിരൺ ആർ ഈക്വൽ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് റുപ്പീസ് 2 lakh and 3 lakh റെസ്പെക്റ്റീവ്ലി. Partnership deed provides for interest on capital at the rate of 10% per annum. For the year 2023, the firm earned a net profit of rupees 30,000. How much amount will they get? ബാബുവും കിരണുമാണ് 2 പങ്കാളികൾ. അവർ ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്നത് തുല്യമായിട്ടാണ്. അവരുടെ ക്യാപിറ്റൽ 2 ലക്ഷം, 3 ലക്ഷം എന്നീ ക്രമത്തിലാണ്. സ്ഥാപനത്തിന് 2023 നെറ്റ് പ്രോഫിറ്റ് 30,000 രൂപയുണ്ട്. 10% നിരക്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകണം എന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞ പ്രകാരം ഓരോ പങ്കാളിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര രൂപ വരും എന്ന് നോക്കാം. ബാബുവിൻ്റെ ക്യാപിറ്റൽ 2 ലക്ഷം രൂപയാണ്. ആ 2 ലക്ഷം രൂപയ്ക്ക് 10% നിരക്കുള്ള ഇൻട്രസ്റ്റ് 20,000. ദെൻ കിരണിന് 3 lakh ഉണ്ട്, അതിൻ്റെ 10%, യെസ് 30,000. അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവശ്യമായത് 50,000 രൂപയാണ്. എന്നാൽ സ്ഥാപനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 30,000 രൂപ മാത്രമേ ഉള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകണമെങ്കിൽ 50,000 രൂപ ലാഭം വേണം. സ്ഥാപനത്തിൻ്റെ ലാഭം 30,000 മാത്രമേ ഉള്ളൂ. അതായത് സ്ഥാപനത്തിന് ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകാൻ പര്യാപ്തമായ പ്രോഫിറ്റ് ഇല്ല. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ നൽകണം എന്ന് പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകണമെങ്കിൽ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഉണ്ടാവണം. ഇൻ കേസ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി അപ്രോപ്രിയേറ്റഡ്. എങ്ങനെ? ഉള്ള ലാഭത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ അനുപാതത്തിൽ പങ്കുവയ്ക്കണം. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ അനുപാതം എത്താ 20,000, 30,000 എന്നതാണ് പ്രൊപ്പോർഷൻ. അതായത് 2:3. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലാണ്. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ 2:3 ആണ്. സെയിം പ്രൊപ്പോർഷൻ, ക്യാപിറ്റലിൻ്റെ അതേ പ്രൊപ്പോർഷൻ തന്നെയാണ്. അപ്പോൾ ഈ 2:3 നമ്മൾ ഉള്ള 30,000 രൂപയെ പങ്കാളികൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി നൽകുന്നത്. ഈ 30,000 രൂപയെ 2:3 ഡിവൈഡ് ചെയ്താൽ ബാബുവിന് 12,000 റുപ്പീസ് കിട്ടും, കിരണിന് 18,000 റുപ്പീസ് ആയിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് ലഭിക്കുന്നത്. 12,000, 18,000 എന്നീ ഓപ്ഷൻസ് ഉള്ളത് ഏതിലാണ്? യെസ്, ഓപ്ഷൻ നമ്പർ 4. 4ാമത്തെ ഓപ്ഷനാണ് തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം. ഓപ്ഷൻ നമ്പർ 4, ബാബു വിൽ ഗെറ്റ് 12,000 as ഇൻട്രസ്റ്റ് ആൻഡ് കിരൺ 18,000. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞതുപോലെ 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകിയാൽ 20,000, 30,000 എന്നീ തുകകളാണ് വേണ്ടത്. എന്നാൽ സ്ഥാപനത്തിന് ആകെ 50,000 രൂപ മാത്രമേ ലാഭമുള്ളൂ. ആയതിനാൽ ഉള്ള ലാഭത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ അനുപാതത്തിൽ പങ്കുവെച്ച് നൽകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമൽ ആൻഡ് ജിനു ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് റുപ്പീസ് 80,000 and 60,000 റെസ്പെക്റ്റീവ്ലി. ഓൺ 1st July 2020, Jinu advanced a loan of rupees 20,000 to the firm without any agreement. Find the interest on loan as on 31st March 2021.
2020 ജൂലൈയിൽ ജിനു എന്ന പങ്കാളി സ്ഥാപനത്തിന് 20,000 രൂപ വായ്പയായി നൽകി. ജിനു അഡ്വാൻസ്ഡ് എ ലോൺ ഓഫ് 20,000. പ്രത്യേകം പറയുന്നു വിതൗട്ട് എനി എഗ്രിമെൻറ്റ്. ലോണിൻ്റെ പലിശയെ സംബന്ധിച്ച് ലോൺ നൽകിയപ്പോൾ ഒരു എഗ്രിമെൻറ്റുമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആസ് ഓൺ 31 മാർച്ച് 2021. കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനായി തോന്നാം. കാരണം ഇൻട്രസ്റ്റ് ഓൺ ലോൺ കാണണമെങ്കിൽ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നൽകണം. ഈ ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് നൽകിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കാണുന്നത് എന്ന ഒരു സംശയം ഉടലെടുക്കുക. ഇവിടെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് ഓർമ്മിക്കേണ്ടത്. പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് എന്താ പറയുന്നത്? പാർട്ട്നേഴ്സ് ആർ എലിജിബിൾ ടു ഗെറ്റ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6% ഓൺ എനി ലോൺ അഡ്വാൻസ്ഡ് ടു ദ ഫേം എന്നാണ്. സ്ഥാപനത്തിലേക്ക് വായ്പ നൽകുന്നുണ്ടെങ്കിൽ ആ വായ്പയ്ക്ക് 6% നിരക്കിൽ പലിശയ്ക്ക് പങ്കാളികൾക്ക് അർഹതയുണ്ട്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% എന്ന് നമുക്ക് എടുക്കാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ എങ്ങനെ കാണും നോക്കുക. ഇദ്ദേഹം നൽകിയിരിക്കുന്നത് 20,000 രൂപയാണ്. ഈ 20,000 രൂപയ്ക്ക് 6% നിരക്കിലാണ് ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, പീരീഡ് ഓഫ് ലോൺ ആണ് എടുക്കേണ്ടത്. ജൂലൈ 1-ാം തീയതിയാണ് ഇദ്ദേഹം ലോൺ അഡ്വാൻസ് ചെയ്തിരിക്കുന്നത്. ജൂലൈ 1 മുതൽ ബുക്ക് ക്ലോസ് ചെയ്യുന്ന 31 മാർച്ച് വരെ എത്ര മാസമുണ്ട്? 9 മാസമാണുള്ളത്. ആയതിനാൽ 9 മാസത്തേക്ക് 6% നിരക്കിൽ 20,000 രൂപയ്ക്കുള്ള പലിശ അത് 900 റുപ്പീസ് എന്ന് കിട്ടും. ഈ 900 റുപ്പീസ് ഉള്ള ഓപ്ഷൻ ഓപ്ഷൻ നമ്പർ 2 ആണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, 900 റുപ്പീസ്. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ആൽവിൻ ആൻഡ് ബീന ആർ ഈക്വൽ പാർട്ട്നേഴ്സ് with capitals of rupees 2 lakh and 3 lakh respectively. Alvin advanced a loan of rupees 1 lakh to the firm. The partnership deed provides for interest on capital at the rate of 6% per annum. In 2022, the firm incurred a loss of rupees 25,000. Which among the following is to be allowed to partners? ഇവിടെ 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പങ്കാളികളുടെ ക്യാപിറ്റലിന് പലിശ നൽകണം എന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യവസ്ഥയുണ്ട്. ആൽവിൻ എന്ന പങ്കാളി 1,00,000 രൂപ സ്ഥാപനത്തിന് ലോണായി നൽകിയിട്ടുണ്ട്. സ്ഥാപനത്തിന് 25,000 രൂപ നഷ്ടമാണ്. സ്ഥാപനം ലോസിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഏറ്റവും ശരിയായത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻ നമ്പർ എ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, ദെൻ ബി സാലറി ടു പാർട്ട്നേഴ്സ്, സി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡി കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്. ഈ 4 ഐറ്റത്തിൽ ഏതൊക്കെയാണ് പങ്കാളികൾക്ക് നമ്മൾ നൽകേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ഫേം ഇൻകേർഡ് എ ലോസ് ഓഫ് rupees 25,000. എ ആൻഡ് ബി ആണോ നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ലോണും സാലറിയുമാണോ? സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആൻഡ് ഡി ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നൽകാം, കമ്മീഷൻ നൽകാം. തേർഡ് ഓപ്ഷൻ എ ആൻഡ് സി, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഫോർത്ത് ഓപ്ഷൻ എ ഒൺലി, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. ഉത്തരം കിട്ടിയോ? യെസ്, ഇവിടെ ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായ ഉത്തരം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകണമെന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് നൽകണമെങ്കിൽ സ്ഥാപനം ലാഭത്തിലായിരിക്കണം. ഇവിടെ സ്ഥാപനം നഷ്ടത്തിലാണ്. അതിനാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകാൻ പാടില്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ പിന്നെ എങ്ങനെ നൽകും? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഷുഡ് ബി പെയ്ഡ് ടു എ പാർട്ട്ണർ വെദർ ഓർ നോട്ട് ദ ഫേം മേക്സ് പ്രോഫിറ്റ്. സ്ഥാപനത്തിന് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ലോണിന് 6% നിരക്കിലെങ്കിലും പലിശ നൽകണമെന്ന് പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ വ്യവസ്ഥയുണ്ട്. സോ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ നമ്പർ 4 എ ഒള്ളി. മറ്റൊരു ചോദ്യം നമുക്ക് പരിഗണിക്കാം. മഹേഷ് ആൻഡ് മനീഷ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ഇൻ 2022, Mahesh withdrew rupees 2,000 regularly at the beginning of each month and Manish withdrew rupees 5,000 regularly at the middle of each quarter. Partnership deed provides for charging interest on drawings at the rate of 8% per annum.
the yearly drawings of Mahesh and Manish are? Interest on drawings എന്ന ടോപ്പിക്കിൽ നിന്നുമാണ്. നമുക്കറിയാം interest on drawings will be charged if provided in partnership deed. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകമായി നൽകിയിട്ടുണ്ടെങ്കിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈടാക്കാൻ പാടുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് എ ഗെയിൻ ടു ദ ഫേം. സ്ഥാപനത്തെ സംബന്ധിച്ച് പങ്കാളികളുടെ ഡ്രോയിങ്സിൽ നിന്നും പലിശ ഈടാക്കിയാൽ അത് സ്ഥാപനത്തിൻ്റെ ഒരു വരുമാന മാർഗമാണ്. കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ഈടാക്കിയാൽ അൺനെസസറി ആയിട്ട് പങ്കാളികൾ ഫേമിൽ നിന്നും പണം പിൻവലിക്കുന്ന പ്രവണതയെ നമുക്ക് നിരുത്സാഹപ്പെടുത്താൻ പറ്റും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണുന്നതിന് ധാരാളം മെത്തേഡുകൾ നമുക്കുണ്ട്. ഈ ക്വസ്റ്റിനകത്ത് നോക്കുക, ദേ വിഡ്രൂ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് എന്നാണ് പറഞ്ഞത്. കൃത്യമായ ഇടവേളകളിൽ ഇവർ പണം പിൻവലിക്കുന്നു. മഹേഷ് വിഡ്രൂ 2000 റെഗുലർലി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. എല്ലാ മാസത്തിൻ്റെയും ആരംഭത്തിൽ, മാസത്തിൻ്റെ ആദ്യ ദിനം 1-ാം തീയതി എന്ന് വെക്കുക. മാസത്തിൽ 1-ാം തീയതി 2000 രൂപ വീതം മഹേഷ് പിൻവലിക്കുന്നു. മനീഷ് വിത്ഡ്രൂ ₹5,000 അറ്റ് ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. ഓരോ ക്വാർട്ടറിൻ്റെയും മിഡിലിൽ മനീഷ് 5000 രൂപ വീതം പിൻവലിക്കും. റെഗുലർ ഇൻ്റർവെല്ലിലാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ആവറേജ് പീരീഡ് മെത്തേഡാണ്. അപ്പോൾ ആവറേജ് പീരീഡ് മെത്തേഡിൽ ബിഗിനിങ് ഓഫ് മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് 6.5 മാസമായിരിക്കും. മിഡിൽ ഓഫ് മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് എന്ന് പറയുന്ന 6 മാസത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടാൽ മതി. എൻഡ് ഓഫ് മന്ത് ആണെങ്കിൽ 5.5 മാസത്തെ ഇൻട്രസ്റ്റാണ് നമ്മൾ കാണുന്നത്. ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴി എന്താ? എപ്പോഴും മിഡിൽ എന്ന് പറയുന്നത് 6 മന്ത് ആയിരിക്കും. അതിൽ ബിഗിനിങ് എന്നാണെങ്കിൽ അതിൻ്റെ ഇൻ്റർവെൽ 1 മാസമാണ്. ആ 1 മാസത്തിൻ്റെ പകുതി, അരമാസം നമ്മൾ ബിഗിനിങ് ഓഫ് മന്ത് ആണെങ്കിൽ ആ 0.5 മന്ത് ആഡ് ചെയ്യുക. അപ്പം 6 + 0.5 6.5 എന്ന് കിട്ടും. ഇനി എൻഡ് ഓഫ് മന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഈ 0.5 നമ്മൾ ലെസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 5.5 മന്ത്സ് ആയിരിക്കും ആവറേജ് പീരീഡ്. ദെൻ ഇവിടുത്തെ ചോദ്യം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ല, ടോട്ടൽ ഡ്രോയിങ്സ് എത്രയായിരുന്നു എന്നാണ്. ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓരോ മാസവും 2000 രൂപ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. യെസ്, ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. അപ്പോൾ മഹേഷിൻ്റെ ഡ്രോയിങ്സ് 12 × 2000 ദാറ്റ് ഈസ് 24,000 ആണ്. മനീഷ് പിൻവലിച്ച ഇടവേള ഏതാണ്? യെസ്, ക്വാർട്ടർലി ആണ് പിൻവലിച്ചത്. എന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോഴാണ് മനീഷ് 5000 രൂപ വീതം പിൻവലിച്ച്. ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടറുണ്ട്? യെസ്, 4 ക്വാർട്ടറാവുള്ളത്. അപ്പോൾ 4 തവണ മാത്രമാണ് മനീഷ് പണം പിൻവലിച്ച്. ആയതിനാൽ മനീഷിൻ്റെ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ 4 × 5,000 ദാറ്റ് ഈസ് 20,000 ആയിരിക്കും. മഹേഷിന് 24,000ഉം മനീഷിന് 20,000ഉം എന്ന് കിട്ടുന്ന ഓപ്ഷൻ ഏതാണുള്ളത്? യെസ്, ഇവിടെ ഓപ്ഷൻ നമ്പർ 4 ആണ്. സോ ശരിയായ ഉത്തരം ഓപ്ഷൻ നമ്പർ 4, മഹേഷ് 24,000, മനീഷ് 20,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നീ പാഠഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്രകാരമുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഈ ക്ലാസ് ഇത്രയും നേരം ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഒത്തിരി നന്ദി.